കാനഡയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ചാലക്കുടി സ്വദേശി ഡോണ സാജന്റെ മൃതദേഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് മാതാപിതാക്കൾ. മെയ് 6-ാം തീയതിയാണ് ഡോണയെ കാനഡയിലെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം രാജ്യം വിട്ട ഡോണയുടെ ഭർത്താവ് ലാലിനെതിരെ കനേഡിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇയാൾ ഡൽഹിയിൽ എത്തിയതായാണ് വിവരം. ചാലക്കുടി പാലസ് റോഡിലെ പടിക്കാല സാജനും ഫ്ലോറയുമാണ് മകളുടെ മൃതദേഹത്തിനായി കാത്തിരിക്കുന്നത്. 3 വർഷം മുൻപായിരുന്നു ഡോണയുടെ വിവാഹം കഴിഞ്ഞത്. കുറ്റിച്ചിറ സ്വദേശി ലാൽ കെ പൗലോസ് ആയിരുന്നു വരൻ. വിവാഹശേഷം ഇവർ വീണ്ടും കാനഡയിലേക്ക് പോയി. ഇക്കഴിഞ്ഞ മെയ് 6-ാം തീയതിയാണ് ഡോണ മരിക്കുന്നത്. കാനഡയിലെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് കനേഡിയൻ പോലീസ് മൃതദേഹം പുറത്തെടുത്തത്. അതേസമയം ഭർത്താവ് ലാലിനെ കാണാനില്ലായിരുന്നു. സംഭവത്തിൽ ദുരൂഹത തോന്നിയ കനേഡിയൻ പോലീസ് ലാലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമെന്ന് കണ്ടെത്തി. ഡോണയുടെ മരണത്തിനു ശേഷം ലാൽ ഇന്ത്യയിലേക്ക് കടന്നതായും ഡൽഹി എയർപോർട്ടിൽ ഇയാൾ എത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ ഡോണയുടെ ബന്ധുക്കൾ കേരള DGPക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ലാലിനെ കണ്ടെത്താനായിട്ടില്ല. മെയ് 16-നാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് എത്തുമ്പോൾ മകളെ അവസാനമായ ഒരു നോക്ക് കാണാൻ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ഇവർ. ജനം, തൃശൂർ.